ശരിക്കും ഇതിന്റെ ആ ഒരു സമയങ്ങളിൽ ഞാൻ ഒരുപാട് വേദന അനുഭവിച്ച ഒരാളാണ്. കാരണം നമുക്ക് ഇങ്ങനത്തെ ഉള്ള ഒരു ഇതൊന്നും നമുക്ക് ഞാൻ സിനിമയിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പൊ നമുക്ക് നേരിട്ട് അനുഭവിക്കേണ്ടി വന്നപ്പോൾ ശരിക്കും ഭയങ്കര ഫീലായിരുന്നു. ഒരു 1-1.5 ആഴ്ച എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഒരു ശക്തി ഉണ്ടായിരുന്നു, എവിടുന്നോ ഒരു ശക്തി എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഈ അത്രയും ദിവസം ഞാനത് കടന്നുപോയി. പക്ഷെ അതിനുശേഷം ഈ പറഞ്ഞ പോലെ വന്ന് പല സ്ഥലങ്ങളിലും എന്നെ ഒഴിവാക്കേണ്ട സാഹചര്യങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ പേരിൽ. ഇപ്പം ഓഫേഴ്സ് ആണെങ്കിലും സീരിയൽ ആണെങ്കിലും ഒക്കെ ഇങ്ങനെ ഇതിന്റെ പേരിൽ പല സ്ഥലത്തും എന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. ജയിലിൽ കിടന്ന ആളെയൊക്കെയാണ് സീരിയൽ അഭിനയിപ്പിക്കുന്നത്. ആ ഒരു ടോക്ക് വരാൻ ഇതൊക്കെ ഞാൻ ഓൾറെഡി കേൾക്കുന്ന കാര്യം, എനിക്ക് തെളിവുണ്ട്. കാരണം ഇത് മറ്റുള്ളവർ പറഞ്ഞല്ല, ഞാൻ കേട്ടോണ്ടിരിക്കുന്ന. അപ്പൊ അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിൽ എന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ശരിക്കും ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു എന്നെ സംബന്ധിച്ച്. പിന്നെ ഞാനീ പറഞ്ഞില്ലേ, പിന്നെ എനിക്ക് സ്വയം ഒരു ഇതുണ്ടായിരുന്നു, ഞാനൊരു ഒരിക്കലും ഒരു കലാകാരിയെ ഒരിക്കലും നമുക്ക് തോപ്പിക്കാൻ പറ്റില്ല. സത്യസന്ധമായിട്ടുള്ള ലെവലിൽ പോവുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് എനിക്കറിയായിരുന്നു ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലാത്ത ഒരാളാണ്. പിന്നെ പേരുദോഷം വന്നു. അപ്പം അതിന്റെ പുറത്ത് ഞാൻ എന്തിനാ ഇങ്ങനെ ഭയങ്കര വിഷമിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മള് ഒരു തൊഴിൽ കയ്യിലുണ്ട്, നല്ലൊരു തൊഴിൽ, നല്ലൊരു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ള ഒരു അധ്യാപികയാണ്, സ്വന്തമായി പെർഫോം ചെയ്ത് ഇതെല്ലാം ഉള്ളതുകൊണ്ട് നമ്മൾ ആരും പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല. ആ ഒരു ധൈര്യത്തോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോയത്. നമ്മൾ പലപ്പോഴും അഭിനേത്രിയാകുമ്പോൾ വേഷങ്ങളിലൂടെ പല രീതിയിലേക്ക് നമ്മൾ കാണാത്ത കേട്ടുകേൾവി മാത്രമുള്ള രംഗങ്ങളിലൂടെ പോകേണ്ടി വരും, അല്ലെ? വേഷങ്ങളിലൂടെ പോകേണ്ടി വരും. പക്ഷെ ഒരു ജയിൽ ജീവിതം എന്നുള്ളത് നമ്മൾ വിദൂര സാധ്യതയിൽ പോലും ഒരിക്കൽ പോലും കാണാത്തതാണ്, അല്ലെ? നമ്മൾ സിനിമയിലൂടെ മാത്രമേ, പക്ഷെ വേഷങ്ങളിലൂടെ മാത്രമായിരിക്കും സാധ്യത. അവിടെ വരുന്നത് ഇതിങ്ങനെ ജീവിച്ചു തീർക്കണു. നമ്മൾ കണ്ട സിനിമയിലോ അല്ലെങ്കിൽ നമ്മൾ കേട്ടതല്ല, അതിന് അപ്പുറത്തേക്കൊരു നമ്മൾ സിനിമയിൽ കാണുന്ന ഒരു ഇതേ അല്ല ആക്ച്വലി. അങ്ങനെയുള്ള ഒന്നും ഇല്ല സിനിമയിൽ നമ്മൾ കാണുന്ന. അവരെ അങ്ങോട്ട് ബുദ്ധിമുട്ടില്ല. നമ്മളിപ്പോ സിനിമയിൽ കാണുമ്പോൾ അവരെ അടിക്കുന്നു, ഇടിക്കുന്നു, അങ്ങനെ ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുകൾ അനുഭവം. പക്ഷെ ഇത് അങ്ങനത്തെ ഉള്ള ഇതൊന്നും ഉണ്ടായിരുന്നില്ല ജയിലിൽ. പിന്നെ എന്താണ്, നമുക്ക് പലതരത്തിലുള്ള സ്വഭാവമുള്ള പലതരത്തിലുള്ള ആൾക്കാരെ അവിടെ കാണാൻ പറ്റി, എന്നെ സംബന്ധിച്ച് കാണാൻ പറ്റി. പിന്നെ പലരുടെ വിഷമങ്ങൾ അതിനകത്ത് നമ്മള് നേരിട്ട് കണ്ടു. 49 ദിവസം ജയിലിലായിരുന്നു. ഒന്നുമില്ല, പരിഗണന ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരെയും പോലെ തന്നെ നമ്മൾ താഴെ പായലും അതുപോലൊക്കെ തന്നെ എല്ലാവർക്കും ഉള്ള അതേ പരിഗണന തന്നെ നമുക്കും ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ പറയല്ലേ, കുറേ അവിടെ ഉള്ള എന്റെ കൂടെ തന്നെ, പിന്നെ എനിക്കൊരു ചെറിയത് ഉണ്ടായിരുന്നു വെച്ചാൽ എന്റെ കൂടെ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാട് പേർക്കൊപ്പം അല്ലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അപ്പം എൻ്റെ ഒരു അമ്മ ഉണ്ടായിരുന്നു, ഒരു പ്രായമുള്ള ഒരു അമ്മയായിരുന്നു. അപ്പൊ ആ അമ്മയായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ ജീവിത അനുഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല. അതുപോലത്തെ ഒരു ഇതായിരുന്നു എൻ്റെ കൂടെ. അപ്പം കാരണം അവരുടെ വെറുതെ എന്തോ ഇതുപോലെ ഒരു അലിഗേഷന്റെ പുറത്ത് അവര് ജയിലിൽ വന്നതാ. എന്നിട്ട് അവർക്ക് ജാമ്യം കിട്ടിയിട്ട് ഒരു കുറഞ്ഞത് 3-4 വർഷമായിട്ട് അമ്മ ആ ജയിലിൽ കിടക്കുക. അവരെ കിട്ടിയിട്ട്, കാരണം മോന് നാളെ വരും, മറ്റന്നാൾ വരും, ഇങ്ങനെ പ്രതീക്ഷിച്ചു കൊണ്ടുവരാൻ വരും എന്ന് പറഞ്ഞ് വിളിച്ചു പറയും. ഫോൺ വരും, അമ്മയ്ക്ക് ഫോൺ വരും, ഞാൻ ഇങ്ങനെ വരും, അമ്മ നാളെ വരും. അങ്ങനെ ഇവരിങ്ങനെ പ്രതീക്ഷിച്ചില്ല. 3 വർഷമായി. ഞാൻ ജയിലിൽ നിന്ന് ഞാൻ ഇറങ്ങുമ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്, മോളെ നാളെ വരും കേട്ടോ, എന്റെ മോൻ വിളിക്കാൻ വരും. അതൊക്കെ ഭയങ്കര നമുക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുക. പക്ഷെ അവർക്ക് വേണ്ട, അമ്മ അവർക്ക് വേണ്ടായില്ലേ. പിന്നെ ഇത്രയും നാളായിട്ട് എന്തുകൊണ്ടാണ് അത് അമ്മ അറിയുന്നില്ല. അങ്ങനെ ഉള്ള കുറെ പേരുണ്ട് അവിടെ. അപ്രതീക്ഷിതമാണ് എങ്കിൽ പോലും നമ്മൾ ചിലപ്പോൾ പറയും ഇത് കഴിഞ്ഞിട്ട് ഞാൻ അതിൽ ഉൾക്കൊണ്ട് അല്ലെങ്കിൽ പഠിച്ചൊരു പാഠമുണ്ടെന്നുള്ളത്. ശരിക്കും ഈ 49 ദിവസം എന്നുള്ളത് ഇപ്പൊ ഭയങ്കര കൂളായിട്ട് പറയുന്നുണ്ടെങ്കിൽ പോലും അന്ന് വല്ലാതെ തളർന്നു പോയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും അല്ലെ? അതിൽ നിന്ന് ഉൾക്കൊണ്ടത് എന്തായിരുന്നു ശരിക്കും ഉൾക്കൊണ്ട പാഠം? അല്ലെങ്കിൽ അതിൽ ഉൾക്കൊണ്ട പാഠം ഇതായിരുന്നു, നമ്മള് ഈ പറഞ്ഞ പോലെ എന്നെ സംബന്ധിച്ച് ഓരോരുത്തർക്കും ഓരോ രീതിയിലല്ലേ. എന്നെ സംബന്ധിച്ച് ഞാൻ പഠിച്ചൊരു പാഠം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ നമ്മൾ അധികം ആരെയും വിശ്വസിക്കരുത്. പിന്നെ രണ്ടാമത്, നമ്മള് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഒന്നും പേടിക്കേണ്ടതല്ല, ദൈവം നമ്മുടെ കൂടെ ഉണ്ട്, നമ്മൾ മുന്നോട്ട് പോവാം. അതാണ് ഞാൻ പഠിച്ചൊരു പാഠം. ശരിക്കും ഈ കർമ്മ എന്നൊന്നുണ്ട് എന്ന് പറയും അല്ലെ? ശരിക്കും നമുക്കൊപ്പം ചെയ്തവരില്ലെങ്കിൽ അങ്ങനെ ചെയ്തവർക്ക് തിരിച്ച് വരും എന്നുള്ളത്. ഈ ഒറ്റപ്പെടുത്തിയവരൊക്കെ പിന്നീട് വന്നു, ഇപ്പോഴും വരുന്നുണ്ട്, ഞാൻ സംസാരിക്കുന്നുണ്ട്. ഈ ജയിലിൽ പോകുന്ന സമയങ്ങളിൽ എന്റെ ഫാമിലിയിലുള്ളവർ തന്നെ, ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇത്രയും കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് ആ ഒരു പ്രശ്നം, എന്റെ കുടുംബക്കാരും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. പക്ഷെ ആ സമയത്ത് ഈ അറസ്റ്റ് ചെയ്യുന്ന ആർക്കും പ്രതീക്ഷയില്ലാത്തൊരു കാര്യമാണ് ഈ ഒരു കേസിൽ. കാരണം എന്റെ കൂടെ എന്റെ പിന്നെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ മീഡിയാസ് മൊത്തം ഉണ്ടായിരുന്നു ഈ സമയത്ത്. ചെറിയ റൂമർ കേട്ടു, അതിന്റെ ഭാഗത്ത് ഇവരെല്ലാവരും ഇങ്ങനെ ഉണ്ട്. അപ്പൊ ഞാൻ അവർക്ക് ആഹാരം കൊടുക്കുന്നു, ഞാൻ അവർക്ക് ചായ കൊടുക്കുന്നു, നമ്മുടെ മീഡിയസിലുള്ള എല്ലാവർക്കും ഞാൻ ചെയ്യാറുണ്ട്. അത്ര ക്ലോസ് ആയിരുന്നു അവരൊക്കെ ആയിട്ട്. അപ്പോഴും ഈ അറസ്റ്റ് എന്നുള്ളത് പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ എന്റെ കുടുംബത്തിലുള്ള 1-2 പേര് അവിടെ നമ്മുടെ വീട്ടിലോട്ട് വരുന്ന സമയം വന്ന് കേറാൻ പോകുന്ന സമയത്താണ് ശരിക്കും ഈ
പോലീസ് ജീപ്പ് വരുന്നതും എല്ലാം പെട്ടെന്നായിരുന്നല്ലോ, വരുന്നു, വിളിക്കുന്നു, പോകുന്നു, ഇങ്ങനെ ആയിരുന്നു. അപ്പം ഇവര് വന്ന് കയറിയവര് ഇത് കണ്ട് പേടിച്ചിട്ട് അവിടെ ഉള്ള, അതും പറഞ്ഞത് മീഡിയാസിനോട് തന്നെ പറഞ്ഞു, അയ്യോ ഫാമിലിയാന്ന് അവരോട് പറഞ്ഞു, ഞങ്ങളെയും കൂടെ. അപ്പോഴാണ് പറയുന്നത് ഇങ്ങനെ പോലീസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അയ്യോ എന്നാൽ ഞങ്ങളെയും കൂടെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ഈ വന്ന കുടുംബക്കാർ തന്നെ തിരിച്ചങ്ങ് പോയി. അങ്ങനെ കുടുംബക്കാർ തന്നെ ഈ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. ഞാനും എൻ്റെ അമ്മയും, ഞാൻ ജയിലിൽ പോയ സമയത്ത് അമ്മയും അമ്മുമ്മയും അമ്മയുടെ ആങ്ങളെയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ പേരൻസും ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. 2 ദിവസം കൂടുമ്പോൾ അവരെ അമ്മയുടെ അടുത്ത് വരുമായിരുന്നു സംസാരിക്കാനും ഒക്കെ ആയിട്ട്. അല്ലാതെ ഒറ്റ കുടുംബക്കാരുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ജയിലൊക്കെ നിന്ന് ഇറങ്ങി വന്ന് സ്കൂളുകളിലൊക്കെ ക്ലാസ് എടുക്കാൻ പോയി, പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. കുറച്ചും കൂടെ പഴയതിലും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒന്ന് ആക്റ്റീവായിട്ട് വന്നപ്പോൾ ഈ പേടിച്ച് വന്നവരൊക്കെ ഇപ്പൊ തിരിച്ചു വരുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ഞാനും അതനുസരിച്ച് നമുക്കും പ്രശ്നമൊന്നുമില്ല, നമ്മൾ സംസാരിക്കുന്നു, അങ്ങനെ പോകുന്നു. ഇപ്പൊ മനസ്സിലായി ആരൊക്കെ ഉണ്ടായിരുന്നു ഈ സമയത്ത്, ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഒപ്പമുള്ളവർ ആരൊക്കെ ആയിരിക്കും ഉണ്ടാവുക തിരിച്ചറിയണമെങ്കിൽ നമ്മളൊരു പ്രതിസന്ധിയിലെത്തിയെങ്കിൽ മാത്രമേ അറിയാൻ പറ്റൂ. അത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞു. ഈ ഭയങ്കരമായിട്ട് നമ്മൾ ചിലതൊക്കെ ഉണങ്ങിപ്പോയി കഴിഞ്ഞാലും ഈ മനസ്സിൽ കേട്ട ഈ കോറൽ ഇത് ഉണങ്ങാതെ അല്ലെ കെടുക്കും എന്ന് പറയാറുണ്ട്. ഞാൻ ആ സമയത്ത് അങ്ങനെ അനുഭവിച്ചു. എന്റെ ഗ്രഹപ്പഴ സമയത്ത് ഞാൻ അനുഭവിച്ചു, അത് കഴിഞ്ഞു, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ അത് ഇങ്ങനെ അങ്ങനായി, ഇനി അവർക്ക് അങ്ങനെയൊന്നുമില്ല, ഞാനത് മനസ്സിലങ്ങ് വിട്ടു. ഈ ടെക്നോളജി എത്ര വളരുന്നു അത്രയും നല്ലതാണെന്ന് പറയും. ഈ നാണയത്തിന്റെ ഇരുവശം പോലെ ഇത്രത്തോളം ഡെവലപ്പ് ചെയ്യുന്നതിനപ്പുറത്ത് ചില മറുവശങ്ങൾ കൂടിയുണ്ട്. അത് അറിഞ്ഞിട്ടുള്ള വ്യക്തി കൂടിയാണ് അല്ലെ. പല രീതിയിലേക്ക് എന്നുള്ള രീതിയിലേക്കാണെങ്കിൽ പോലും, ഇപ്പൊ വീഡിയോ ആണെങ്കിലും സെർച്ച് ചെയ്യണമെങ്കിൽ പോലും, മോർഫിക്കിന്റെ ആണെങ്കിൽ പോലും ബാക്ക് ടു ബാക്ക് എങ്ങനെയാണ് ഇത്രത്തോളം പ്രസംഗങ്ങൾ തരണേ ദൈവമേ എന്ന് എവിടെയൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് ഉള്ളൊരു ചോദിക്കും. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതുപോലെ എന്റെ ഒരു ജീവിതം തന്നെ വേണമെങ്കിൽ ഒരു ബുക്കാക്കാം. കാരണം അതുപോലുള്ള കാര്യങ്ങളുണ്ട് തുടക്കം തൊട്ടുള്ള കാര്യം. അപ്പം അന്ന് ഇതുപോലെ മോർഫിങ്ങിന്റെ കേസ് ഇതുപോലെ വന്നു. ഞാൻ തന്നെ കണ്ടിട്ട് ഞെട്ടിപ്പോയി. ഞാൻ തന്നെയാണോ എന്ന് ചിന്തിക്കരുത്, കാരണം നമുക്കറിയാമല്ലോ. അപ്പം അതിങ്ങനെ വന്നു. ഈ പറഞ്ഞ പോലെ എന്നെ പക്ഷെ ആരും വിളിച്ച് ചോദിക്കാല്ലോ, ഇങ്ങനെ അങ്ങനെയൊന്നും ആരും എന്നെ ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാനിങ്ങനെ ഒരാൾ പറഞ്ഞറിഞ്ഞു, ഞാനത് കണ്ടു, ഓക്കെ, എന്റെ അല്ല, വിട്ടു. ഈ പല ആക്ടേഴ്സിന്റെ ആണെങ്കിൽ പോലും ഇതുപോലെ വരുന്നുണ്ട്. ശരിക്കും ഇത് ഇത്രത്തോളം സാധ്യതകളെ കുറിച്ച് അറിയും ചെയ്യാം. എന്തുകൊണ്ട് പിന്നെ ഇത്രത്തോളം ഒരു കോൺട്രവേഴ്സി അല്ലെങ്കിൽ ഇത്രത്തോളം എനിക്ക് തോന്നുന്നു അന്നത്തെ ഇത് 2009 എന്തോ ആ സമയം, അത് തന്നെ, ആ സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ആൾക്കാർ ഇത്രയും വലിയൊരു എന്താണ് രീതികൾ, അന്നത്തെ രീതിയിൽ കുറച്ചും കൂടെ ഡെവലപ്മെന്റ് കുറവല്ലായിരുന്നു. അപ്പൊ ഇപ്പോഴല്ലേ കുറെ മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നു. അപ്പം ആ സമയത്തുള്ള ആൾക്കാർ ചിലപ്പോൾ ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ ആയിരിക്കാം. ഇപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഇതിങ്ങനത്തെ, അല്ലെങ്കിൽ ചിലത് കാണുമ്പോ ചിലപ്പോ ആയിരിക്കാം, നമുക്കറിയില്ല. പക്ഷെ എന്നാലും നമുക്ക് കാണുമ്പോ അറിയാം ഇത് ഇപ്പോഴത്തെ ആൾക്കാർക്ക് മനസ്സിലാവും. ഈ പലപ്പോഴും നമ്മൾ കുറെ കാര്യങ്ങൾ അറിയുന്നതും അല്ലെങ്കിൽ അപ്ഡേറ്റഡ് ആവുന്നതും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെയാണ്. നവമാധ്യമങ്ങൾക്ക് അതിനുള്ള പങ്ക് വളരെ വലുതാണ്. ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഒക്കെ നമ്മൾ കണ്ട് അന്ന് എത്രത്തോളം ഈ സോഷ്യൽ മീഡിയ എത്രത്തോളം സജീവമല്ല എന്നുള്ളത്. ഇത് ഒരുപക്ഷെ ഇതിന്റെ രണ്ടു വശങ്ങളും ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഒരുപക്ഷെ സോഷ്യൽ മീഡിയ ഗുണം എന്ന് പറഞ്ഞ പോലെ അതിന് ദോഷമുണ്ട് എന്നുള്ള രീതിയിലാണ്. ഇത്ര സജീവമല്ലാത്തൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ പ്രാധാന്യം അത്രത്തോളം ഇല്ലാത്തൊരു കാലം ശരിക്കും ഇതൊരു കാരണമായിട്ടുണ്ടോ? ഇതൊരു ദോഷമാവാൻ എന്നുള്ള രീതിയിലേക്ക്, ഇതിന്റെ ഒരു സത്യാവസ്ഥ അറിയാതിരിക്കാൻ അങ്ങനെ തോന്നുന്നുണ്ടോ? ശരിക്കും ഇപ്പം ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഇതെല്ലാം ഉണ്ടല്ലോ ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ആൾക്കാർക്ക് മറ്റേ പണ്ടത്തെ എൻ്റെ ഒരു കാഴ്ചപ്പാട്ടില് അന്നത്തെ ആൾക്കാർക്ക് അത്രയും കാര്യങ്ങൾ അത്ര വ്യക്തമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.